വികസന നയങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും പങ്കുവച്ച് കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ ചർച്ചയിൽ മുൻതൂക്കം നൽകിയത്. അതേസമയം LDF സ്ഥാനാർത്ഥി എളമരം കരീം കോഴിക്കോടിന്റെ വികസന മുരടിപ്പിനെ എടുത്തുകാട്ടി. മോദി ഗ്യാരണ്ടിയെക്കുറിച്ചായിരുന്നു NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ വാക്കുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥികൾ നേർക്കുനേർ. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് രാഷ്ട്രീയ വെല്ലുവിളികളും വികസന നേട്ടങ്ങളും സ്ഥാനാർത്ഥികൾ പങ്കുവച്ചത്. പരസ്പരം കൊണ്ടും കൊടുത്തുകൊണ്ടുമായിരുന്നു ചർച്ച. മൂവരും വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് നിന്നു. പ്രധാന വിഷയം വികസനം തന്നെ. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കി അയച്ചത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ചെലവിൽ എൻ്റെ കാറിൽ ആരെങ്കിലും വരുമെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് എണ്ണി കാണിച്ചു കൊടുക്കാൻ തയ്യാറുള്ളൂ. ഇതിലെല്ലാമുണ്ട്. ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ് എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം പറയുന്നതിന് രേഖാപരമായി തെളിയിക്കാൻ സാധിച്ചാൽ എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ശുദ്ധമായ അവാസ്തവമായ പ്രസ്താവനകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നൽകാന്നല്ലാതെ ഒരു രേഖയും ഹാജരാക്കാൻ കഴിയില്ല. ഹാജരാക്കാൻ കഴിയുമെങ്കിൽ നമുക്കൊരു ഡിബേറ്റ് ഇപ്പം തന്നെ വേണ്ട ഡേറ്റ് തീരുമാനിക്കാം. മൂന്നാം തവണ അംഗത്തിനൊരുങ്ങുമ്പോൾ കഴിഞ്ഞ 15 വർഷക്കാലം താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് MK രാഘവൻ MPയുടെ ആത്മവിശ്വാസം. എടുത്തു പറയാൻ സാധിക്കാവുന്ന നിരവധി കേന്ദ്ര പദ്ധതികൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കോഴിക്കോട് നടപ്പിലാക്കാൻ സാധിച്ചു, ഫറൂഖ് സ്റ്റേഷൻ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള വളരെ നാടിനും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മുദ്രാവാക്യവും അതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം നടപ്പിലാക്കി അതുപോലെ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം. BJPയെ കടന്നാക്രമിച്ചും വികസന പ്രവർത്തനങ്ങളിൽ MK രാഘവനെ വെല്ലുവിളിച്ചുമാണ് LDF സ്ഥാനാർത്ഥി എളമരം കരീം തന്റെ വാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഈ നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികൾ കഴിഞ്ഞ 15 കൊല്ലക്കാലം ശൂന്യമാണ്, വരണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എൻ്റെ പാർട്ടിയും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലൊരു മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിലേറ്റുക എന്ന ലക്ഷ്യമാണ്. കേരളത്തിലെ മത്സരം LDFും UDFും തമ്മിലാണ്. ആ മത്സരത്തിലൂടെ ഞങ്ങൾ മുഖ്യ ലക്ഷ്യം വെക്കുന്ന BJPക്ക് ഒരു സീറ്റും കിട്ടാൻ ഇടയില്ല. UDF LDF സ്ഥാനാർത്ഥികൾ വികസന കാര്യത്തിൽ പരസ്പരം പഴിചാരിയപ്പോൾ NDA സ്ഥാനാർത്ഥി MT രമേശ് ഇടയ്ക്ക് കയറി. നിങ്ങൾ തമ്മിൽ കുറ്റപ്പെടുത്താതെ ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. നിങ്ങൾക്കും എനിക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ നില വളരെ പരിതാപകരമാണ്. അതിലാകെ ഇവർ തമ്മിലുള്ള തർക്കം ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ്. അത് ഇത്രേ തർക്കമുള്ളൂ. രോഗിയുടെ ആരോഗ്യം മോശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇഞ്ചക്ഷൻ ചെയ്ത നേഴ്സാണോ പരിശോധിച്ച ഡോക്ടറാണോ കുഴപ്പക്കാരൻ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തൽക്കാലം രണ്ടുപേരോടൊന്ന് നിങ്ങൾ പറയും, നമുക്ക് നന്നാക്കിയെടുക്കാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. മുഖാമുഖത്തിൽ വികസനവും വെല്ലുവിളികളും കളം പിടിച്ചപ്പോൾ എയിംസ്, ബേപ്പൂർ പോർട്ട് തുടങ്ങിയ പദ്ധതികളിൽ മൂവർക്കും ഒരേ സ്വരമായിരുന്നു. ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, മലപ്പുറം അങ്ങാടിപ്പുറം റെയിൽവേ ലൈൻ, റെയിൽവേ ബോർഡ് മുമ്പിൽ കിടക്കുകയാണ്. അത് യാഥാർത്ഥ്യമാക്കുക. അതുപോലെ തന്നെയാണ് കൂടുതൽ IT കമ്പനികൾ കോഴിക്കോട് കൊണ്ടുവരിക, കൂടുതൽ ട്രെയിനുകൾ കോഴിക്കോട് നിന്ന് ആരംഭിക്കുക. അത് ജനങ്ങൾ, അതുപോലെ ലൈറ്റ് മെട്രോ, ഇതുപോലുള്ള വളരെ നാടിനും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിൽ നിന്ന് എയിംസും പോർട്ടിൻ്റെ വികസനവും കോഴിക്കോട് വിമാനത്താവള വികസനം ഉൾപ്പെടെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെയും സഹായത്തോടെയും നടപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇതാണ് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. മോഡി ഗ്യാരണ്ടിയുള്ള വിശ്വാസ്യതയോടാണ് ജനം മുഴുവൻ വോട്ട് ചെയ്യുന്നത്. രാജ്യം മുഴുവനും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ജനവികാരമുണ്ട്. ആ ജനവികാരം കേരളത്തിലുമുണ്ട്, കോഴിക്കോടുമുണ്ട്. കോഴിക്കോട്ടെ വികസന പ്രശ്നങ്ങൾക്ക് താല്പര്യമെടുത്ത മോഡി സർക്കാരാണ്. ആ സർക്കാരിനോടുള്ള കൃതജ്ഞത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുന്നു. കോഴിക്കോടിന്റെ വികസനങ്ങൾ കൂടാതെ ഇലക്ട്രൽ ബോണ്ട്, പൗരത്വ നിയമ ബിൽ തുടങ്ങിയവ മുഖാമുഖത്തിൽ ചർച്ചാ വിഷയമായി. അതങ്ങനെയല്ല, രണ്ടുപേരിൽ ഒരാളെ കേട്ടാൽ മതി. രണ്ടുപേരും മുന്നണിയാണ്. വർഷ ഗിരീഷിനും ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കുമൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.